Welcome to our spoken English class. നമ്മൾ 30 day ചാലഞ്ച് കഴിഞ്ഞ ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. 30 ഡേയ്സിനുള്ളിൽ ഉറപ്പായിട്ടും ബേസിക് ആയിട്ടുള്ള നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഇംഗ്ലീഷ് സെൻറ്റൻസസും ആത്മവിശ്വാസത്തോടെ നമുക്ക് പറയുവാൻ സാധിക്കുന്ന ക്ലാസ്സസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിലെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹാർട്ടി വെൽക്കം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നായിരുന്നല്ലോ. അതിൻ്റെ ആൻസേഴ്സ് ആദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ: I am Sabira. I am a doctor. I live in Kozhikode. I like reading. Second question the answer: I am Priya. I am a teacher. I live in Thrissur. I like singing. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. I am Anand. I am an engineer. I live in Trivandrum. I like cricket. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ: We are Rohan's friends. We are lawyers. We live in Kochi. We like fresh juice. ഇനി ലാസ്റ്റ് വണ്ണിൻ്റെ ആൻസർ: They are Anil's relatives. They are photographers. They live in Kannur. They like coffee. അപ്പോൾ എല്ലാ ആൻസേഴ്സും കറക്റ്റായി കിട്ടിയവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. അഥവാ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ എന്തായാലും ചെറിയ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട. നമ്മൾ മിസ്റ്റേക്സിലൂടെയാണല്ലോ പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഇംഗ്ലീഷിൽ എങ്ങനെ സംസാരിക്കാമെന്ന് നോക്കി. അതിനൊരു ഈസി ക്ലൂ കൂടെയുണ്ട്. അത് നമുക്കിപ്പോൾ നോക്കാം. എന്നെക്കുറിച്ച് പറയുമ്പോൾ ഐൻ്റെ കൂടെ എപ്പോഴും ആം. അവനെക്കുറിച്ച് പറയുമ്പോൾ ഹീൻ്റെ കൂടെ എപ്പോഴും ഇസ്. അവൾ എന്ന് ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയുക? ഷീൻ്റെ കൂടെ എപ്പോഴും ഇസ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി. ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ലേ ഞങ്ങൾ, നമ്മൾ എന്ന് പറയുമ്പോൾ? അപ്പോൾ വി ഇസ് എന്നല്ല, വി ആർ എന്ന് യൂസ് ചെയ്യും. അങ്ങനെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുള്ളപ്പോൾ ആറാണ് യൂസ് ചെയ്യേണ്ടത്. അവരെന്ന് വരുമ്പോൾ ദേ ആർ. ഇനി ഒരു ക്ലൂവും കൂടെ ഉണ്ട്. ഐ ലിവ്. ഞാൻ ജീവിക്കുന്നത് പാലക്കാടാണ്. അതെങ്ങനെ പറയും? ഞാൻ താമസിക്കുന്നത് പാലക്കാടാണ്. ഐ ലിവ് ഇൻ പാലക്കാട്. പക്ഷെ വേറൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഹീ ലിവ്സ് എന്ന് ചേർക്കണം. ഷീ ലിവ്സ്. ഒന്നിൽ കൂടുതൽ പേരാണെങ്കിൽ വി ലിവ്, ദേ ലിവ്. ഈ രീതിയിൽ നമ്മൾ സെൻറ്റൻസസ് ഫോം ചെയ്യണം. അപ്പോൾ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ നോക്കിയായിരുന്നു. അപ്പോൾ അത് കാണുമ്പോൾ ഉറപ്പായിട്ടും
നല്ലൊരു ഐഡിയ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്നെക്കുറിച്ച്, അവനെക്കുറിച്ച്, അവളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, അവരെക്കുറിച്ച് ഒക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയണമെന്ന് നോക്കി. ഇന്നത്തെ ക്ലാസ്സിൽ ഇതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച്, ഇതെല്ലാം, അതെല്ലാം അങ്ങനെ വരുന്ന ഇംഗ്ലീഷ് സെന്റൻസസ് ഒക്കെ എങ്ങനെ ഈസി ആയി പഠിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് എന്ന് വരുന്ന ഇംഗ്ലീഷ് വാക്ക് ഏതാണ്? ദിസ്. ഇത് എൻ്റെ ഫോണാണ്. ദിസ് ഈസ് മൈ ഫോൺ. എൻ്റെ എന്ന് വരുമ്പോൾ മൈ എന്ന വാക്ക് യൂസ് ചെയ്യുക. ദിസ് ഈസ് മൈ ഫോൺ. ഇതെന്റെ ബാഗാണ് എന്നെങ്ങനെ പറയും? ദിസ് ഈസ് മൈ ബാഗ്. ഇതെന്റെ പെന്നാണ്. ദിസ് ഈസ് മൈ പെൻ. അപ്പോൾ ഈ രീതിയിൽ ഒരു വസ്തു നമ്മുടെയാണ് എന്ന് ഇംഗ്ലീഷിൽ നമുക്കിങ്ങനെ പറയുവാൻ സാധിക്കും. അത് എൻ്റെ ഫോണാണ്. നേരത്തെ നമ്മൾ ഇത് എന്നാണ് പറഞ്ഞത്. അത് എന്ന് പറയണമെങ്കിൽ ദാറ്റ് യൂസ് ചെയ്താൽ മതി. അത് എൻ്റെ ഫോണാണ്. ദാറ്റ് ഈസ് മൈ ഫോൺ. അത് എൻ്റെ ബാഗാണ്. ദാറ്റ് ഈസ് മൈ ബാഗ്. അത് എൻ്റെ പെന്നാണ്. അതെന്റെ പെന്നാണെന്ന് എങ്ങനെ പറയും? ദാറ്റ് ഈസ് മൈ പെൻ. അപ്പോൾ ഈ രീതിയിൽ ഇത്, അത് എന്ന സെന്റൻസസ് നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ സാധിക്കും. ഇനി ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ ഉണ്ടെങ്കിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം എൻ്റെ ഫോൺസ് ആണ്. അതെങ്ങനെ പറയും? ഇതെല്ലാം എന്ന് ദീസ് ഉപയോഗിച്ച് പറയാം. നമ്മൾ നേരത്തെ പഠിച്ചു, ഒന്നിൽ കൂടുതൽ വരുമ്പോൾ ഈസ് ആണോ ആറാണോ യൂസ് ചെയ്യേണ്ടത്? ആർ. ഒന്നിൽ കൂടുതൽ വസ്തുക്കളില്ലേ? അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരണം ആർ യൂസ് ചെയ്യണം. ദീസ് ആർ മൈ ഫോൺസ്. ഇതെല്ലാം എൻ്റെ ഫോൺസ് ആണ്. ഇതെല്ലാം എൻ്റെ ബാഗുകളാണെന്ന് എങ്ങനെ പറയും? ദീസ് ആർ മൈ ബാഗ്സ്. ഇതെല്ലാം എൻ്റെ പേനകളാണ്. ദീസ് ആർ മൈ പെൻസ്. അപ്പോൾ ഈ രീതിയിൽ ഒന്നിൽ കൂടുതൽ വസ്തുക്കൾ നമ്മുടേതാണ് എന്ന് നമുക്ക് ഈ രീതിയിൽ പറയാം. ഇതെല്ലാം ആണ് നമ്മൾ ഇപ്പോൾ നോക്കിയത്. അതെല്ലാം എൻ്റെ ഫോൺസ് ആണ്. അതെല്ലാം എന്ന് ദോസ് ഉപയോഗിച്ച് ഇംഗ്ലീഷിൽ പറയാം. ദോസ് ആർ മൈ ഫോൺസ്. അതെല്ലാം എൻ്റെ ഫോൺസ് ആണ്. അതെല്ലാം എൻ്റെ ബാഗുകളാണ്. അതെങ്ങനെ പറയും? വെരി ഗുഡ്. Those are my bags. അതെല്ലാം എൻ്റെ പേനകളാണ്. Those are my pens. Those ഒന്നിൽ കൂടുതൽ വസ്തുക്കളില്ലേ? അപ്പോൾ ആർ. ഇനി ആരുടെയാ? എൻ്റെ. My pens. Those are my പെൻസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള സെന്റൻസസ് ഉപയോഗിക്കുവാൻ സാധിക്കും. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന രീതിയിലാണ് നമ്മൾ ഓരോന്ന് പറഞ്ഞത്. ഇനി നമ്മൾ പറയുകയാണ് ഇത് അവൻ്റെ കാറാണ്. ഇത് എൻ്റെ കാറാണെന്ന് എങ്ങനെ പറയും? ഇത് എൻ്റെ കാറാണ്.
ഇത് എന്ന് വരുമ്പോൾ ദിസ്. ദിസ് ഈസ് എൻ്റെ കാർ, മൈ കാർ. ഇത് അവൻ്റെ കാറാന്ന് എങ്ങനെ പറയും? അവൻ്റെ എന്ന് ഹിസ് ഉപയോഗിച്ച് പറയാലോ. ദിസ് ഈസ് ഹിസ് കാർ. ഇതവൻ്റെ കാറാണ്. ഇതവൻ്റെ വീടാണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് ഹിസ് ഹോം. ദിസ് ഈസ് ഹിസ് ഹോം. ഇതവൻ്റെ വീടാണ്. ഇതവൻ്റെ പേപ്പറാണ്. അതെങ്ങനെ പറയും? ദിസ് ഈസ് ഹിസ് പേപ്പർ. ദിസ് ഈസ് ഹിസ് പേപ്പർ. അത് അവൻ്റെ കാറാണ്. അത് എന്ന് വരുമ്പോൾ ദിസ് ആണോ ദാറ്റ് ആണോ? ദാറ്റ്. അത് അവൻ്റെ കാറാണ്. ദാറ്റ് ഈസ് ഹിസ് കാർ. ദാറ്റ് ഈസ് ഹിസ് കാർ. അത് ഫഹദിന്റെ വീടാണ്. അത് ഫഹദിന്റെ വീടാണ്. അപ്പോൾ എങ്ങനെ വരും? നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നോക്കിയായിരുന്നു. ഒരു വ്യക്തിയുടെ എന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രാ എസ് ചേർക്കണം. ഫഹദിന്റെ വീട് എന്ന് പറയുമ്പോൾ ഫഹദ്സ് ഹോം. അത് ഫഹദിന്റെ വീടാണ്. ദാറ്റ് ഈസ് ഫഹദ്സ് ഹോം. അത് റോഹന്റെ പേപ്പർ ആണെന്ന് എങ്ങനെ പറയും? വെരി ഗുഡ്. ദാറ്റ് ഈസ് റോഹൻസ് പേപ്പർ. ദാറ്റ് ഈസ് റോഹൻസ് പേപ്പർ. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ എന്ന് പറയുന്ന സമയത്ത് ആ വ്യക്തിയുടെ പേരിന്റെ കൂടെ ഒരു എക്സ്ട്രാ എസ് ചേർക്കുക. ഇനി നമ്മൾ പറയുകയാണ് ഇതെല്ലാം അവൻ്റെ കാറുകളാണ്. അവൻ നമ്മൾ വിചാരിച്ച പോലെ അല്ല, അവന് ഒരുപാട് കാറുകളുണ്ട്. ഇതെല്ലാം അവൻ്റെ കാറുകളാണ്. ഇതെല്ലാം എന്ന് ഏത് വാക്ക് ഉപയോഗിക്കണം? ദീസ്. ഒന്നിൽ കൂടുതൽ വസ്തുക്കളില്ലേ? ഒന്നിൽ കൂടുതൽ കാറുണ്ട്. ദീസ് ഈസ് എന്നാണോ ദീസ് ആർ എന്നാണോ വരിക? ദീസ് ആർ ആരുടെ? അവൻ്റെ. അവൻ്റെ എന്ന് വരുമ്പോൾ ഹിസ്. ദീസ് ആർ ഹിസ് കാർസ്. ദീസ് ആർ ഹിസ് കാർസ്. ഇതെല്ലാം അവൻ്റെ കാറുകളാണ്. ഇതെല്ലാം അവൻ്റെ പേപ്പേഴ്സ് ആണെന്ന് എങ്ങനെ പറയും? ദീസ് ആർ ഹിസ് പേപ്പേഴ്സ്. ദീസ് ആർ ഹിസ് പേപ്പേഴ്സ്. അതെല്ലാം അവൻ്റെ കാറുകളാണ്. അതെല്ലാം എന്ന് ഏത് വാക്ക് ഉപയോഗിക്കണം? ദോസ്. ദോസ് ആർ ഹിസ് കാർസ്. അതെല്ലാം അവൻ്റെ പേപ്പേഴ്സ് ആണെന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതെല്ലാം അവൻ്റെ പേപ്പേഴ്സ് ആണ്. ദോസ് ആർ ഹിസ് പേപ്പേഴ്സ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വേറൊരു വ്യക്തിയുടെ കാര്യങ്ങൾ, ഒബ്ജക്ട്സ് ആയിക്കോട്ടെ, ഇനി റിലേറ്റീവ്സോ ആൾക്കാരെ കുറിച്ച് നമുക്ക് പറയുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് അടുത്തൊരു പാറ്റേൺ എടുക്കാം. ഇത് അവളുടെ ഫ്രണ്ടാണ്. ഇത് അവളുടെ ഫ്രണ്ടാണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? ഇത് എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ദിസ്.
ദിസിന്റെ കൂടെ എപ്പോഴും ഈസ് വെക്കുക. കാരണം നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ചല്ലേ പറയുന്നത്. ഇത് അവളുടെ ഫ്രണ്ടാണ്. ദിസ് ഈസ് അവളുടെ എന്ന് വരുമ്പോൾ ഹർ. ഇനി അവളുടെ ആരാന്ന് പറയാ? ഫ്രണ്ട്. ദിസ് ഈസ് ഹർ ഫ്രണ്ട്. ഇത് അവളുടെ ഫ്രണ്ടാണ്. ഇത് അവളുടെ റിലേറ്റീവ് ആണെന്ന് എങ്ങനെ പറയും? ദിസ് ഈസ് ഹർ റിലേറ്റീവ്. ദിസ് ഈസ് ഹർ റിലേറ്റീവ്. ഇത് അവളുടെ ബ്രദറാണ്. ദിസ് ഈസ് ഹർ ബ്രദർ. ദിസ് ഈസ് ഹർ ബ്രദർ. അത് അവളുടെ ബ്രദർ ആണെന്ന് എങ്ങനെ പറയും? അത് അവളുടെ ബ്രദറാണ്. അത് എന്ന് വരുമ്പോൾ ദിസ് ആണോ ദാറ്റ് ആണോ? വെരി ഗുഡ്, ദാറ്റ്. ദാറ്റ് ആരെന്ന് പറയൂ? ഇല്ല. കാരണം ഒരുപാട് പേരുണ്ടെങ്കിലാണ് നമ്മൾ ആർ ഉപയോഗിക്കേണ്ടത്. ഒരൊറ്റ വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ ഇസ് ഉപയോഗിക്കുക. അത് അവളുടെ ബ്രദറാണ്. ദാറ്റ് ഈസ് ഹർ ബ്രദർ. അത് അവളുടെ റിലേറ്റീവ് ആണ്. അത് അവളുടെ ബന്ധുവാണ്. ദാറ്റ് ഈസ് ഹർ റിലേറ്റീവ്. ദാറ്റ് ഈസ് ഹർ റിലേറ്റീവ്. അത് ബിന്ദുവിന്റെ ഫ്രണ്ടാണ്. അത് ബിന്ദുവിന്റെ ഫ്രണ്ടാണ്. ബിന്ദുവിന്റെ ഫ്രണ്ട് എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ബിന്ദുസ് ഫ്രണ്ട്. അത് ബിന്ദുവിന്റെ ഫ്രണ്ടാണ്. ദാറ്റ് ഈസ് ബിന്ദുസ് ഫ്രണ്ട്. ഇവരെല്ലാം ബിന്ദുവിന്റെ ഫ്രണ്ട്സ് ആണ്. ഇവരെല്ലാം ബിന്ദുവിന്റെ ഫ്രണ്ട്സ് ആണ്. These are Bindu's friends. These are Bindu's friends. ഇവരെല്ലാം അവളുടെ ബ്രദേഴ്സ് ആണ്. ഇവരെല്ലാം അവളുടെ ബ്രദേഴ്സ് ആണ്. അതെങ്ങനെ പറയും? These are her brothers. These are അവളുടെ ബ്രദേഴ്സ്. her brothers. ഇവരെല്ലാം അവളുടെ റിലേറ്റീവ്സ് ആണ്. These are her relatives. These are her relatives. അവരെല്ലാം അവളുടെ റിലേറ്റീവ്സ് ആണ്. അവരെല്ലാം എങ്ങനെ പറയും? Those are അവളുടെ റിലേറ്റീവ്സ്. her relatives. അവരെല്ലാം അവളുടെ റിലേറ്റീവ്സ് ആണ്. Those are her relatives. അവരെല്ലാം അവളുടെ ഫ്രണ്ട്സ് ആണെന്ന് എങ്ങനെ പറയും? വെരി ഗുഡ്. Those are her friends. അവരെല്ലാം ബിന്ദുവിന്റെ ബ്രദേഴ്സ് ആണ്. Those are Bindu's brothers. Those are Bindu's brothers. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു സെറ്റ് എടുക്കാം. ഇത് ഞങ്ങളുടെ ടീച്ചറാണ്. ഞങ്ങളുടെ എന്ന് വരുമ്പോൾ അവർ യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? ഇത് ഞങ്ങളുടെ ടീച്ചറാണ്. This is our teacher. This is our teacher.
ഇനി നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന വ്യക്തിനെ നമ്മൾ കൊലീഗ് എന്ന് പറയില്ലേ? ഇത് ഞങ്ങളുടെ കൊലീഗാണ്. അതെങ്ങനെ പറയും? ദിസ് ഈസ് അവർ കൊലീഗ്. ദിസ് ഈസ് അവർ കൊലീഗ്. ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. ദിസ് ഈസ് അവർ classmate. This is our classmate. ഇത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ് എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. അതെങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും? അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. That is our classmate. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് ആ വ്യക്തിയെ കുറിച്ചായിരുന്നു. അത് ഞങ്ങളുടെ ക്ലാസ്മേറ്റ് ആണ്. ദാറ്റ് ഇസ് അവർ ക്ലാസ്മേറ്റ്. അത് ഞങ്ങളുടെ ടീച്ചറാണ്. അതെങ്ങനെ പറയും? ദാറ്റ് ഇസ് അവർ ടീച്ചർ. ദാറ്റ് ഇസ് അവർ ടീച്ചർ. അത് ഞങ്ങളുടെ കൊലീഗാണ്. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഞങ്ങളുടെ കൊലീഗാണ്. ദാറ്റ് ഈസ് അവർ കൊലീഗ്. ഇവരെല്ലാം ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരാണ്. അതെങ്ങനെ പറയും? ദീസ് ആർ അവർ കൊലീഗ്സ്. ഇവരെല്ലാം ഞങ്ങളുടെ കൊലീഗ്സ് ആണ്. ദീസ് ആർ അവർ കൊലീഗ്സ്. ഇവരൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണ്. ദീസ് ആർ അവർ ടീച്ചേഴ്സ്. ദീസ് ആർ അവർ ടീച്ചേഴ്സ്. ഇവരെല്ലാം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണെന്ന് എങ്ങനെ പറയും? ഇവരെല്ലാം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. ഇംഗ്ലീഷിൽ അതെങ്ങനെ പറയും? ദീസ് ആർ അവർ ക്ലാസ്മേറ്റ്സ്. ദീസ് ആർ അവർ ക്ലാസ്മേറ്റ്സ്. അവരെല്ലാം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരെല്ലാം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് ആണ്. അവരെല്ലാം എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? ദോസ്. ദോസ് ആർ ആരുടെ? ഞങ്ങളുടെ. അവർ ക്ലാസ്മേറ്റ്സ്. ദോസ് ആർ അവർ ക്ലാസ്മേറ്റ്സ്. അവരൊക്കെ ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണെന്ന് എങ്ങനെ പറയും? അവരെല്ലാം ഞങ്ങളുടെ ടീച്ചേഴ്സ് ആണ്. Those are our teachers. Those are our teachers. അവരെല്ലാം ഞങ്ങളുടെ കൊലീഗ്സ് ആണ്. അത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? Those are our colleagues. Those are our colleagues. അപ്പോൾ ആദ്യം നമ്മൾ എൻ്റെ ഒരു കാര്യം, എൻ്റെ ഒരു ഒബ്ജക്റ്റ് എങ്ങനെ പറയണമെന്ന് പഠിച്ചു. പിന്നെ വേറൊരു വ്യക്തിയുടെ കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണമെന്ന് പഠിച്ചു. അവൻ്റെ, അവളുടെ. ഇപ്പോൾ ഞങ്ങളുടെ ടീച്ചർ, ഇത് ഞങ്ങളുടെ ഫ്രണ്ട്, ഇത് ഞങ്ങളുടെ റിലേറ്റീവ്, ഇവരെല്ലാം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ്. ഇതൊക്കെ എങ്ങനെ പറയണമെന്ന് പഠിച്ചു. ഇനി നമ്മൾ അവരുടെ എന്ന് പറയുന്ന സെന്റൻസസ് എങ്ങനെ പറയണമെന്ന് നോക്കാം. ദിസ് ഇസ് their ടേബിൾ. ഇത് അവരുടെ ടേബിളാണ്. അവരുടെ എന്ന് വരുമ്പോൾ their യൂസ് ചെയ്യുക. ദിസ് ഇസ് their ടേബിൾ. ഇത് അവരുടെ ടേബിൾ ആണ്. ഇത് അവരുടെ കമ്പ്യൂട്ടർ ആണെന്ന് എങ്ങനെ പറയും? ദിസ് ഇസ് their കമ്പ്യൂട്ടർ.
ഇത് അവരുടെ കമ്പ്യൂട്ടർ ആണ്. ഇത് അവരുടെ ക്യാബിൻ ആണ്. ദിസ് ഇസ് their cabin. അവരുടെ എന്ന് പറയുമ്പോൾ their യൂസ് ചെയ്താൽ മതി. ദിസ് ഇസ് their cabin. ഇത് അവരുടെ ക്യാബിൻ ആണ്. ഇനി ഇതല്ല, അത് അവരുടെ ക്യാബിൻ ആണ്. അത് അവരുടെ ക്യാബിൻ ആണെന്ന് എങ്ങനെ പറയും? ദാറ്റ് ഇസ് their cabin. ദാറ്റ് ഇസ് their cabin. അത് അവരുടെ കമ്പ്യൂട്ടർ ആണ്. അത് അവരുടെ കമ്പ്യൂട്ടർ ആണ്. അതെങ്ങനെ പറയും? ദാറ്റ് ഇസ് their computer. ദാറ്റ് ഇസ് their computer. ഇതല്ല, അത് അവരുടെ ടേബിളാണ്. ദാറ്റ് ഇസ് their ടേബിൾ. ഇനി അത് മാത്രമല്ല, ഇതെല്ലാം അവരുടെ ടേബിൾസ് ആണ്. ഇതെല്ലാം അവരുടെ ടേബിൾസ് ആണ്. These are their tables. ഇതെല്ലാം അവരുടെ കമ്പ്യൂട്ടേഴ്സ് ആണ്. These are their computers. ഓഫീസിൽ നമ്മൾ പറയുകയാണ്, ഇതെല്ലാം അവരുടെ ക്യാബിൻസ് ആണ്. ഇതെല്ലാം അവരുടെ ക്യാബിൻസ് ആണ്. അതെങ്ങനെ പറയും? These are their cabins. These are their cabins. അതെല്ലാം അവരുടെ ക്യാബിൻസ് ആണെന്ന് എങ്ങനെ പറയും? അതെല്ലാം അവരുടെ ക്യാബിൻസ് ആണ്. Those are their cabins. Those are their cabins. അതെല്ലാം അവരുടെ കമ്പ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ കമ്പ്യൂട്ടർ ലാബിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അതെല്ലാം അവരുടെ കമ്പ്യൂട്ടേഴ്സ് ആണെന്ന് നമ്മൾ പറയുകയാണ്. Those are their computers. Those are their computers. അതെല്ലാം അവരുടെ ടേബിൾസ് ആണ്. അവരവിടെയാണ് ഇരിക്കേണ്ടത്. അതെല്ലാം അവരുടെ ടേബിൾസ് ആണ്. Those are their tables. Those are their tables. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് സെറ്റ് എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എൻ്റെ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മൈ യൂസ് ചെയ്തു. അവൻ്റെ എന്ന് വരുമ്പോൾ ഹിസ്. അവളുടെ എന്ന് വരുമ്പോൾ ഹർ. ഞങ്ങളുടെ എന്ന് വരുമ്പോൾ അവർ. അവരുടെ എന്ന് വരുമ്പോൾ their. ഇനി നിങ്ങളുടെ അല്ലെങ്കിൽ നിന്റെ അങ്ങനെ വരുമ്പോൾ നമ്മൾ യുവർ എന്ന് ഉപയോഗിക്കണം. യുവർ. ഇതാണ് നിന്റെ സീറ്റ്. ഇതാണ് നിന്റെ സീറ്റ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? This is your seat. This is your seat. ഇതാണ് നിന്റെ ഹോംവർക്ക്. അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക്. This is your homework. This is your homework. ഇതാണ് നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് എങ്ങനെ പറയും? വെരി ഗുഡ്. This is your assignment. This is your assignment. അതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അത് എന്ന് വരുമ്പോൾ that യൂസ് ചെയ്യുക. That is your assignment. അതാണ് നിങ്ങളുടെ ഹോംവർക്ക്. That is your
ഹോംവർക്ക്. അതാണ് നിങ്ങളുടെ സീറ്റ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? ദാറ്റ് ഈസ് യുവർ സീറ്റ്. ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് നമുക്ക് ഈ സെന്റൻസ് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് നിങ്ങളുടെ സീറ്റ്. ദാറ്റ് ഈസ് യുവർ സീറ്റ്. ഇനി ഓഫീസിൽ നമ്മൾ പറയുകയാണ്, ഇവരെല്ലാവരുമാണ് നിന്റെ ടീം മെമ്പേഴ്സ്. ഇവരെല്ലാവരുമാണ് നിന്റെ ടീം മെമ്പേഴ്സ്. അതെങ്ങനെ പറയും? These are your team members. അവരെല്ലാവരുമാണ് നിന്റെ ടീം മെമ്പേഴ്സ്. Those are your team members. ഇതെല്ലാം നിന്റെ ഡ്യൂട്ടീസ് ആണ്. ഇതെല്ലാമാണ് നിന്റെ ഡ്യൂട്ടീസ്. These are your duties. അതെല്ലാം നീ ചെയ്യേണ്ടതാണ്. അതെല്ലാം നിന്റെ ഡ്യൂട്ടീസ് ആണ്. അതെല്ലാം എന്ന് പറയുമ്പോൾ എന്ത് വരും? Those are your duties. ഇനി നമ്മൾ ഡ്യൂട്ടി മാത്രമല്ല സ്നാക്സും കൊടുക്കുന്നുണ്ട്. ഇതെല്ലാമാണ് നിന്റെ സ്നാക്സ്. നമ്മൾ ടീമിനെയും കൊടുത്തു, ഡ്യൂട്ടിയും കൊടുത്തു, സ്നാക്സും കൊടുത്തു. ഇതെല്ലാമാണ് നിന്റെ സ്നാക്സ്. These are your snacks. അതെല്ലാമാണ് നിന്റെ സ്നാക്സ്. ഇത് ഇവർക്കുള്ളതാണ്. അതെല്ലാമാണ് നിന്റെ സ്നാക്സ്. അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതെല്ലാം എന്ന് പറയുമ്പോൾ those, these, this, that, ഇതെല്ലാം നമുക്ക് വ്യക്തികൾക്കും ഉപയോഗിക്കാം, വസ്തുക്കൾക്ക് വേണ്ടിയും ഉപയോഗിക്കാം. അതെല്ലാമാണ് നിന്റെ സ്നാക്സ് എന്നെങ്ങനെ പറയും? Those are your snacks. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്, അത്, ഇതെല്ലാം, ഇവരെല്ലാം, അതെല്ലാം, അവരെല്ലാം ഇങ്ങനെ വരുന്ന സെന്റൻസസ് എങ്ങനെ ഇംഗ്ലീഷിൽ ഈസി ആയി പറയാമെന്ന് പഠിച്ചില്ലേ? അപ്പോൾ ഇനി ഇന്നത്തെ ഹോംവർക്ക് നമുക്ക് നോക്കാം. 5 സെന്റൻസസ് ഹോംവർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നോട്ട്ബുക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഒരു നോട്ട്ബുക്ക് കരുതുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ ആൻസേഴ്സ് പറയുന്ന സമയത്ത് ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ടാലും മതി. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിത്തെയും ഈ ക്ലാസ്സിത്തെയും പോർഷൻസ് ജോയിൻ ചെയ്തിട്ട് ഈസി ആയിട്ടൊരു 5 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ റിയയാണ്. ഇതെൻ്റെ വീടാണ്. ഇതെൻ്റെ വീടാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഞാൻ ആശിഷാണ്. ഇതെൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അതെൻ്റെ കാറാണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഞങ്ങൾ പ്രിയയുടെ റിലേറ്റീവ്സ് ആണ്. ഇത് ഞങ്ങളുടെ ടേബിളാണ്. ഇത് ഞങ്ങളുടെ ടേബിളാണ്. ഇവരെല്ലാം ഞങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഞാൻ റൂബിയാണ്. അത് എൻ്റെ ഫോണാണ്. അത് എൻ്റെ സീറ്റാണ്. റൂബിയുടെ സീറ്റിൽ കയറി റൂബിയുടെ ഫോൺ ആരും എടുത്തു തോന്നുന്നു. അപ്പോൾ ഈ സെന്റൻസ്
ഫോർത്ത് സെന്റൻസ്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഞാൻ ശ്രേയയാണ്, ഇതെന്റെ ബുക്കാണ്, അതെല്ലാം എൻ്റെ പേപ്പേഴ്സാണ്. അപ്പോൾ ഈ 5 സെൻറ്റൻസസ് എല്ലാവരും ഇംഗ്ലീഷിൽ ഉറപ്പായിട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സും കഴിഞ്ഞ ക്ലാസ്സും ബേസ് ചെയ്തിട്ടാണ് ഈ സെൻറ്റൻസസ് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്. അപ്പോൾ ഈ രീതിയിൽ വിത്തിൻ 30 days ഈസി ആയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ പാറ്റേൺസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.